ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അറബിക് ഡിഷായ ഗുണാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ മുമ്പ് ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഴിക്കാനൊരു പൂതി തോന്നി. അപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ എവിടെ ഇത് കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഗുണാഫയുടെ ഉണ്ടാക്കുന്ന ഡോവാണ് കേട്ടോ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിനൊരു പാക്കറ്റിന് ഞാനൊരു 65 രൂപയുടെ ഒരു പാക്കറ്റിന് 65 രൂപയുടെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നൈസായത് എടുക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ടോ മിക്സിയിലിട്ടാൽ നല്ലവണ്ണം പൊടി, അപ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ അതൊന്ന് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മെൽറ്റ് ചെയ്തേക്കുന്ന ബട്ടറാണ് കേട്ടോ ഇത് നെയ്യ് ഉപയോഗിക്കുന്നേക്കാളും ബെറ്റർ എനിക്ക് തോന്നി ബട്ടർ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ബട്ടറാണ് അത് ഉരുക്കിയിട്ട് വേണം കേട്ടോ ഇതിലോട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് പണ്ട് ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് എടപ്പള്ളിയിലെ ഒരു ഗുണാഫ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ചെറിയൊരു പീസായിരുന്നു, അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പം അന്ന് കഴിച്ചിട്ട് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ അതുപോലെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം റെഡി ആവും ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം. എന്നിട്ട് ഞാനൊരു 250 മില്ലി പാലെടുത്തിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ആയിട്ടല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു വേർഷനിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കി കണ്ടേക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും റെഫറൻസ് എടുത്തിട്ടാട്ടോ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ അടുപ്പിൽ വെക്കുന്നേക്കാൾ മുമ്പ് ഈ പറഞ്ഞ ഈ കോൺഫ്ലവർ എല്ലാമായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം മിക്സാക്കിയതിന് ശേഷം മാത്രമേ അടുപ്പിൽ വെക്കാൻ പാടുള്ളൂ. അടുപ്പിൽ വെച്ചതിന് ശേഷം നല്ലപോലെ കൈ വിടാതെ നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ അത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കുണ്ട് ഇതുപോലെ നല്ല മിക്സായിട്ട് വരും. പിന്നെ നമുക്ക് അത് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ക്രീം ചീസാണ്. ക്രീം ചീസ് തന്നെ എടുക്കണം. മസാല ചീസൊന്നും എടുത്താൽ എനിക്ക് തോന്നുന്നു ഇത്ര ടേസ്റ്റ് കിട്ടാനായിട്ട് കിട്ടില്ല. അപ്പോൾ ക്രീം ചീസ് തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബോക്സ് ആയിരുന്നു. അതിൽ ഞാനൊരു 100 ഗ്രാം ആട്ടോ ഇട്ടേക്കുന്നത്. ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നു, നല്ല ഒരു അളവിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് നല്ലപോലെ അത് മെൽട്ടാവുന്ന വരെ ജസ്റ്റ് ഒന്ന് അത് നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്ടുകളൊക്കെ ആണെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം, കാരണം ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ ഇത് മെൽട്ടാവുന്ന വരെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ തേച്ചിട്ട് തടവി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു പാത്രം ചെറുതായിരുന്നു കേട്ടോ. ഇത്തിരി കൂടെ ഇത്തിരി കുണ്ടുള്ള ഒരു പാനായിരിക്കും ഇതിന് ബെറ്ററായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ ഞാനിപ്പോൾ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 2 ഏലക്കായയുടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയോളം ഇട്ടിട്ടുണ്ട്. നല്ലോണം നമുക്ക് സിറപ്പാക്കിയിട്ട് എടുക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് ഞാനൊരു 1/2 സ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സിറപ്പാക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഈ ബട്ടർ തേച്ചേക്കുന്ന ഈ പാനിലോട്ട് ആദ്യം ഒരു ലെയറിൽ സേമിയ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ. കാരണം അതവിടെ നന്നായി നല്ല പോലെ സെറ്റായിട്ട് ഇരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ഇതുപോലെ തന്നെ ഞാൻ എടുത്തേക്കുന്ന സേമിയ ഇത്തിരി കൂടിപ്പോയോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴും കറക്റ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഇടണമെന്നില്ല കേട്ടോ, കുറച്ച് ലെവലിൽ ഇട്ടാലും മതി. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ക്രീം ചീസിൻ്റെ ആ ഒരു ക്രീം നമ്മളിതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഒരു ലെയർ സേമിയ ഇടുക. അപ്പോൾ നല്ലവണ്ണം ഇതുപോലെ ടാബ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഉള്ളിലേക്കുള്ള ക്രീമൊന്നും പുറത്തേക്ക് വരാതെ വേണം കേട്ടോ ഉണ്ടാക്കാൻ. നമ്മളിങ്ങനെ അമർത്തി കൊടുക്കാനായിട്ട് അതിന് നല്ലപോലെ അമർത്തി കൊടുത്താൽ ചിലപ്പോൾ ആ ക്രീം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ ഞാൻ എടുത്ത പാത്രം കറക്റ്റായിട്ടില്ല. അപ്പോൾ ഇത്രയും കൂടെ കുഴിയുള്ള ഒരു പാൻ എടുക്കുകയായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് വന്നിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പാത്രം ഇല്ലായിരുന്നു. എന്നിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ പാത്രം ചൂടാവുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു 20 മിനിറ്റോളം സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വരുന്ന ടൈം വരെ ഒരു 20 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റാണ്, 15 മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റോളം നമ്മളത് നല്ലപോലെ 20 മിനിറ്റിനുള്ളിൽ തന്നെ അത് ജസ്റ്റ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമുക്കത് ആയിട്ടുണ്ട്. അപ്പം നമ്മളത് വേറൊരു പാനിൽ ഇതുപോലെ തന്നെ ബട്ടർ തേച്ചിട്ട്
ആ പാനിലോട്ട് നമ്മളത് കമഴ്ത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പാൻ ഒരു 5 മിനിറ്റോളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് മറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. കണ്ടോ, ഇതിൽ ശരിക്കും മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിസ്ത കേട്ടോ ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ടും ആൽമണ്ടും കൂടെ ക്രഷ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് കഴിച്ച ടേസ്റ്റ് ഒന്നും എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ലെങ്കിൽ കൂടി സിറപ്പ് ഒഴിച്ചിട്ട് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.